മന്നത്ത് ആചാര്യന്റെ സ്മൃതി മണ്ഡപം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം. ആരാധിക്കാൻ, അല്ല നശിപ്പിക്കാനല്ല, ആരാധിക്കാൻ തുറന്നു കൊടുക്കണം. ഇനി മേലിലെങ്കിലും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി ദ്രൗപദി മുർമു, ലോകം ആദരിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും മഹത്തായ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീമതി ദ്രൗപദി മുർമുവിനെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള വ്യക്തികളെ മന്നത്തിനെ പറ്റി പ്രസംഗിക്കാനും മന്നത്തെ പറ്റി ആദരിക്കാനും കൊണ്ടുവരണം. അല്ലാതെ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരെയല്ല. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്ത് മാത്രമല്ല, ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കാൻ അന്നത്തെ മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ചെയർമാനായിരുന്ന പ്രേംജിത്തിനെ നിർബന്ധിച്ചു. മന്നത്തെ ആദ്യം പറഞ്ഞു ധനലക്ഷ്മി ബാങ്കിന് അക്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തതിന് ശേഷം ഉപദ്രവിക്കാൻ പറഞ്ഞു അത് ഗവൺമെന്റ് കാര്യമാണ്, പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് സെക്രട്ടറി പറഞ്ഞു പറ്റില്ല, അങ്ങനെ തോന്നുമ്പോൾ മാറ്റാനും തോന്നുമ്പോൾ വെക്കാനും ഒന്നും പറ്റില്ല. അപ്പൊ ഇയാളെ എന്ന് പറഞ്ഞു അയ്യോ പറ്റില്ല. അതുകൊണ്ട് പറ്റി വെച്ചാൽ അയാളുടെ കരയോഗത്തിലെ ഇലക്ഷൻ ഇല്ല. അടൂര് അയാളുടെ കരയോഗത്തിൽ അയാൾ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് വെച്ചാൽ അയാളുടെ കരയോഗത്തിലെ ഇലക്ഷൻ ഇല്ല. ഇത്ര ചീപ്പാണെന്ന് അറിയാം. സോ ചീപ്പ് എന്ന് പറയില്ലേ. മോഹൻലാൽ ഒരു പടത്തിൽ ഒരു ചീപ്പ് തലയിരങ്ങി വെച്ചേക്കും. അപ്പം ചീപ്പ് എന്ന് പറയും. അല്ല, തലയിൽ ചീപ്പിരിക്കുന്നു എന്ന് പറഞ്ഞാണെന്ന് പറയില്ലേ. എന്ന് പറഞ്ഞതുപോലെ തലയിൽ ചീപ്പ് ഇരിപ്പുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നല്ലതാണ്. വളരെ ചീപ്പായിട്ട് പെരുമാറരുത്. കാരണം എന്ന് വെച്ചാൽ അന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഗുരുവായൂർ ദേവസ്വത്തിൽ ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞെന്നറിയാം. ധനലക്ഷ്മി ബാങ്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നിങ്ങനെ അന്വേഷണമൊക്കെ ഉത്തരവിട്ടെങ്കിലും കള്ള സർട്ടിഫിക്കറ്റോട് ജോലി കയറിയാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ? അതാണ് നമ്മൾ കള്ള സർട്ടിഫിക്കറ്റായിട്ട് അയാൾ ജോലി കയറി, ശമ്പളവും വാങ്ങിച്ചു, കുറെ കാലം കഴിഞ്ഞ് രാജിവെച്ച് പോയി എന്ന് പറഞ്ഞ് കേസ് ഡിപ്പാർട്ട്മെന്റ് തല കേസ് നടക്കും. പക്ഷെ പോലീസ് കേസുണ്ട്. ആ കേസ് കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് കിട്ടിയും പറഞ്ഞ് ഇനിയിപ്പം ധനലക്ഷ്മി ബാങ്കിനോട് സഹകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഏതാ ഓന്ത് മാറുന്നതൊക്കെ രാവിലെ പറഞ്ഞ് മാറാൻ പറഞ്ഞു. നാളെ ഇന്ന് 12 മണിക്ക് മുമ്പ് എല്ലാ അക്കൗണ്ടും മാറ്റണമെന്ന് പറഞ്ഞു. എല്ലാവരും ഓടിപ്പോയി മാറ്റിയില്ലേ നിങ്ങൾ രേഖ പരിശോധിച്ചോ? ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ രേഖ പരിശോധിച്ചോ? മാറ്റി കഴിഞ്ഞവൻ പറഞ്ഞു ഇനി തിരിച്ചു കൊടുന്നു പറഞ്ഞു. എന്താണെന്നറിയാം, മറ്റൊരു പറഞ്ഞു ഞങ്ങൾ ഇനി ഘടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോലീസ് കേസിനോ കാര്യങ്ങൾക്കോ പോവുകയില്ല, വ്യാജ സർട്ടിഫിക്കറ്റ് വിഷയം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ സഹകരിച്ചോളൂ എന്ന് പറഞ്ഞു. ആരാണ് ഇതിൽ ബുദ്ധിമുട്ടിയത്? ഒരു ദിവസം കൊണ്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ പാവപ്പെട്ട മൈക്രോ ഫൈനാൻസ് എടുത്ത ഒരുപാട് വനിതകളാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടിയത്. പാവപ്പെട്ട വനിതകളാണ് ബുദ്ധിമുട്ടിയത്, വനിതാ സമാജ അംഗങ്ങളാണ് ബുദ്ധിമുട്ടിയത്, സംഘങ്ങളിൽപ്പെട്ടവരാണ് ബുദ്ധിമുട്ടിയത്. ഇതെല്ലാം മനസ്സിലാക്കണം. അവനവന്റെ വീട്ടിലെ ഓരോ ഹുങ്ക് കാണിക്കാൻ അവര് കാണിക്കുന്ന തെറ്റിന് അനുഭവിക്കേണ്ടത് പാവപ്പെട്ടവരാണ്, ഈ സ്ത്രീകളാണ്, ഈ സംഘത്തിൽപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളാണ്. ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നുള്ളതാണ് വിഷയം. പൂച്ചയ്ക്ക് ഒറ്റയ്ക്ക് മണി കെട്ടണ്ട, എല്ലാവരും പറയണം. ലോകത്തെമ്പാടുമുള്ള നായരോട് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുക, ഞങ്ങൾ ഒരുമിച്ച് വന്ന് മന്നത്ത് ആചാര്യന്റെ വേറെ ഡിമാൻഡൊന്നുമില്ല. അവര് ഭരണഘടന ലംഘിക്കുകയോ ജനാധിപത്യം ലംഘിക്കുകയോ എന്ത് വൃത്തിയോടെ കാണിക്കട്ടെ, പക്ഷേ മന്നത്ത് ആചാര്യനെ ആരാധിക്കാനും അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യാനും എല്ലാ നായർക്കും അവകാശമുണ്ട്. നായർ മാത്രമല്ല, മന്നത്ത് ആചാര്യനെ ആദരിക്കുന്ന ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും. അവിടെ ജാതി മതങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. ആ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സഫലീകരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ കവാടങ്ങൾ തുറന്നു കൊടുക്കണം സാധാരണക്കാർക്ക്, ലോകത്തെമ്പാടുമുള്ള നായർക്ക്. അമേരിക്കയിലൊരു നായർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊരു നായർ കേരളത്തിൽ വന്നാൽ തൻ്റെ കുഞ്ഞുമായി വന്ന് ഇതാണ് നമ്മുടെ ആചാര്യന്റെ സമാധി മണ്ഡപം, ഇവിടെ നമുക്ക് ആരാധിക്കാമെന്ന്. മന്നത്ത് ആചാര്യന്റെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുകയാണ് NS. എന്താ കാര്യം അറിയാം? മന്നത്ത് ആചാര്യൻ നിർമ്മിച്ച ചങ്ങനാശ്ശേരി NSS ആഫീസിന്റെ ഒരു രൂപമുണ്ട് നമ്മുടെ മനസ്സിൽ, ചങ്ങനാശ്ശേരി ഹെഡ്ക്വാർട്ടേഴ്സ്. അതിന്റെ മുമ്പിൽ ഒരു സ്മാരകം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിക്ക് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് കെട്ടിടം പണിയാണ് അതിന്റെ മുമ്പിൽ. എന്താണെന്നറിയാം? മന്നത്തിന്റെ ആ പഴയ NSSന്റെ എംബ്ലോ എല്ലാം വെച്ചുള്ള ആ മണ്ഡപത്തെ, ആ മന്ദിരത്തെ, ആസ്ഥാന മന്ദിരത്തിനെ മറയ്ക്കാൻ ഫ്രണ്ടിൽ ഒരു ബഹുനില മന്ദിരം പണിയാണ്. അപ്പൊ മന്നത്ത് പത്മനാഭനെ പോലും മറയ്ക്കാൻ ശ്രമിക്കുന്ന, ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു തരം താഴ്ന്ന നേതൃത്വം NSSന് വേണോ വേണ്ടിയോ എന്ന് മാസ്സായിട്ട് ആലോചിക്കണം. ഒന്നും രണ്ടോ അല്ല, ഡൽഹിയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരുടെ പാറ്റകളുടെ കൂട്ടായ്മ പോലെ, ആ യുവാക്കളുടെ കൂട്ടായ്മ പോലെ കരുത്തോടെ നായർ ഒന്നിച്ചൊഴുകണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സമാധാനത്തിന്റെ പാതയിൽ സമരം ചെയ്തുകൊണ്ട് മന്നത്ത് ആചാര്യനെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതുപോലെ ഒരു അഭ്യർത്ഥന കൂടി തിരുവനന്തപുരത്തെ നായർ സമുദായങ്ങളുണ്ട്. രാജാവിന്റെ തിരുവനന്തപുരത്തെ തിരുവിതാംകൂറിലെ നായർ എന്ന് പറയുന്നത് അഭിമാനമാണ്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ യോദ്ധാക്കളാണ്, നായർ പടയാളികളാണ്. തിലകം ചാർത്തി വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ നായരോട് ആ വീട്ടിലെ അമ്മയും സഹോദരങ്ങളും പറയുമായിരുന്നു എന്ന് എൻ്റെ അച്ഛന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പറയും, നിങ്ങൾ മരിച്ച് പടക്കളത്തിൽ വീണാൽ നെഞ്ചിൽ വെട്ടേറ്റ് കിടന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൃതശരീരം ഞങ്ങളുടെ വീട്ടിൽ സംസ്കരിക്കൂ. പുറകിലാണ് വെട്ടേറ്റതെങ്കിൽ നിങ്ങളുടെ ശവശരീരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും തിലകം ചാർത്തി
ഭർത്താവിനെയും സഹോദരനെയും മകനെയും യുദ്ധത്തിന് അയച്ചിരുന്നത് നായർ പടയാളികൾ. അതായത് തിരിഞ്ഞു ഓടുമ്പോഴാണല്ലോ പുറത്ത് വിട്ടുകൊള്ളുന്നത്. തിരിഞ്ഞു ഓടുന്നവന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട, നെഞ്ചിൽ വെട്ടേറ്റ് വരണം എന്ന് പറയുന്ന നായർ സമുദായം, ധീരമായ മാർത്താണ്ഡവർമ്മയെ, തിരുവിതാംകൂർ രാജാവിനെ, ഡച്ചുകാരെ എല്ലാം ഓടിക്കാൻ കരുത്ത് കാണിച്ച നായർ സമുദായം തിരുവിതാംകൂറിലെ നായരാണ്. ആ നായര് ആവശ്യമില്ലാത്ത കാര്യത്തിന് തുണക്ക് മന്നക്കളപ്പിന്റെ മുമ്പിലേക്കൊന്നും യാത്ര പോകാൻ ഒരുങ്ങരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കണം. ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ആലോചിക്കണം. നെറികേടിനെ സംരക്ഷിക്കാനോ, സ്വജനപക്ഷപാതത്തെ സംരക്ഷിക്കാനോ, മന്നത്താചാര്യനെ പോലെ മഹാനെ വിസ്മൃതിയിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നവരോട് സഹകരിക്കാനോ. എന്നിട്ട് പറയുന്നത് ഞാൻ ആചാര്യനെ വാക്കുകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആ പറമ്പി കയറ്റിയിട്ടില്ല. കിടങ്ങൂർ ബാലകൃഷ്ണ സാറിന്റെ കാലത്താണ് വാതിൽ തുറക്കാനും അടയ്ക്കാനും നിർത്തിയിരുന്നത്. അപ്പോൾ ചായ വാങ്ങിച്ച്, അപ്പോൾ ചായ കൊടുക്കുമെന്ന് കിടങ്ങൂർ പറയുമ്പോൾ ചായ വാങ്ങിച്ച് കുടിച്ച ഒരുപാട് പേര് ഇവിടെയും പത്തനാപുരത്തും കൊട്ടാരക്കരയിലും കേരളത്തിലെമ്പാടും ഉണ്ട്. ആ നായന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. എല്ലാവരും മരിച്ചില്ല, കുറച്ചു പേരൊക്കെ മരിച്ചു, എല്ലാവരും മരിച്ചില്ല എന്ന് ഓർക്കുക. തിരുവനന്തപുരത്തെ നായർ സമുദായങ്ങൾ പറയുകയാണ്, ഇനി ലജ്ജിപ്പിക്കുന്ന സമരത്തിന് നിങ്ങൾ ഇറങ്ങരുത്. മന്നത്താചാര്യന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം, ആത്മീയതയ്ക്ക് വേണ്ടി ഇറങ്ങണം, ദൈവത്തിന് വേണ്ടി ഇറങ്ങണം. ദൈവത്തിന് ഇറക്കാത്ത പണി കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീതിബോധമില്ലാത്തവൻ ദൈവം നിഷേധിക്കപ്പെടുന്നവനാണ്. നീതിമാൻ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നീതിമാനെയാണ്. ആ നീതിമാനോടൊപ്പം നിൽക്കാവൂ. ഒരു കാരണവശാലും ഇങ്ങനൊരു സമരത്തിന് ഇനി ഏത് കുമാർ വിളിച്ചാലും, ഗണേഷ് കുമാർ വിളിച്ചാലും ഇത്തരം നിറയില്ലാത്ത സമരത്തിന് പോകരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക. മന്നത്താചാര്യന് വേണ്ടി നിങ്ങൾ സമരം ചെയ്യും. മന്നത്താചാര്യന് വേണ്ടി, മന്നത്താചാര്യന്റെ നന്മകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ തെരുവിലിറങ്ങും. അല്ലാതെ ആരെങ്കിലും വിളിച്ചെന്നും പറഞ്ഞിട്ട് ഒരു അഡ്മിഷൻ തരാം, അല്ലെങ്കിൽ മോക്ക് അടുത്തതിൻ്റെ അടുത്ത കൊല്ലം വരുന്ന ഒഴിവ് തരാം, ഒന്നും തരൂല്ല എൻ്റെ സുഹൃത്തുക്കളെ. അതല്ല, അപ്പൊ ബന്ധുക്കൾ കൊണ്ടുപോകും. ഒരു മകൻ കഴിഞ്ഞ മാസം പോലും ഒരു മകളുടെ മകന് ജോലി കൊടുത്തു. ഇതിന്റെയൊക്കെ കണക്കുണ്ട്. ധനലക്ഷ്മി ബാങ്കിന്റെ ഫുൾ ചരിത്രം എൻ്റെ ഉണ്ട്, തരാം. ഫുൾ രേഖകൾ ധനലക്ഷ്മി ബാങ്കിന്റെ ആളുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ചെറിയ മഞ്ഞമലയുടെ ഒരു അറ്റത്ത് മാത്രമേ തൊട്ടുള്ളൂ എന്ന് ഓർത്തോളൂ. കൂടുതൽ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ഈ പുസ്തകത്തെക്കാൾ ഗംഭീരമായിരിക്കും. അത് പുറത്തേക്ക് വരുത്തണ്ട. അടുത്ത പുസ്തകം എഴുതുന്നവർക്ക് അതെല്ലാം കൊടുക്കാം എന്നറിയിച്ചുകൊണ്ട് രണ്ടാം ഭാഗം എഴുതുമല്ലോ. ഞാൻ മന്നത്താചാര്യനോടുള്ള എല്ലാ ആദരവും. അതാണ് നമ്മുടെ സമുദായത്തിന്റെ ആചാര്യൻ. അദ്ദേഹമാണ് ഗുരു, അദ്ദേഹമാണ് ദൈവം. അദ്ദേഹത്തെ മാത്രമേ വന്ദിക്കാവൂ. ഇത്തരം ആളുകളെ ഒന്നും വന്ദിക്കാൻ പാടില്ല, വളരെ മോശമാണ്. കുമ്പിട്ട് കിടക്കണം തൂക്കിയിരിക്കുക. പത്തനകത്തുള്ള ഒരു പ്രായമുള്ള പറഞ്ഞ അവിടെ അങ്ങനെ ആചരിച്ചെന്നെ അത് കിടക്കണം തൂക്കിയിരിക്കില്ലേ. കിടക്കണം തൂക്കിയിരിക്കാൻ വവ്വാല് കിടക്കണമെങ്കിൽ തലകുത്തനെ കിടക്കാനില്ല. അതിന്റെ അർത്ഥം അതാണ്. വവ്വാല് തലകുത്തനല്ലേ കിടക്കുന്നത്. വവ്വാലിനെ വിളിച്ചാൽ വവ്വാലിന് വല്ലതും മനസ്സിലാവും. വവ്വാല് എങ്ങനെ നോക്കിയാലും തലകുത്തനെ കിടക്കുള്ളൂ. തലകുത്തി നോക്കിയ വവ്വാലില്ല ഇന്നുവരെ. അതുകൊണ്ട് കിഴക്കണാൻ തൂക്ക് കിടക്കുന്നതല്ല, നേരെ ഇരിക്കുന്ന നായരെയാണ് നമുക്ക് വേണ്ടത്, നേരെ മുഖത്ത് നോക്കുന്ന നായർ. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. എല്ലാവരോടും ഞാൻ പറയുന്നു, അകന്നകന്ന് നിൽക്കരുത്, എല്ലാവരും ഒന്നിക്കുക ഒറ്റ ലക്ഷ്യത്തിൽ. മന്നത്താചാര്യന് വേണ്ടി ഈ ഒരു ഞാൻ പറഞ്ഞൊരു ലക്ഷ്യമുണ്ട്, അതിലൊരു തെറ്റും പറയാനൊക്കത്തില്ല. മറ്റു കാര്യങ്ങളെല്ലാം ഭരണഘടനയും ജനാധിപത്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് നിയമം കോടതിയിൽ നടക്കുന്നതാണ്, കോടതി തീരുമാനിക്കട്ടെ. ഈ 89 തവണ അവധി വെച്ചത് എന്തിനെന്ന് കോടതി തീരുമാനിക്കട്ടെ. അതൊക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനങ്ങളിൽ വരുന്നതാണ്. നമ്മളതിനൊന്നും അഭിപ്രായം പറയുന്നില്ല. അത് നിയമവിദഗ്ധരാണ്, അവർക്കറിയാം, അവർ നോക്കിക്കോളും. നമുക്കത് നിയമവിദഗ്ധനല്ല. അതുകൊണ്ട് പക്ഷേ മന്നത്താചാര്യനെ ആരാധിക്കാനുള്ള അവസരം എല്ലാ നായർക്കും മലയാളിക്കും അദ്ദേഹത്തെ ആരാധിക്കുന്ന എല്ലാവർക്കും ലഭിക്കണം. പട്ടി വരും പൂച്ച വരുമെന്ന് പറഞ്ഞ് മഹത് വ്യക്തികളെ അവിടുന്ന് മാറ്റി നിർത്താൻ അനുവദിക്കരുത്. എല്ലാവർക്കും. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് ഗോപി പോട്ടെ, കേരളത്തിലുള്ള ആളാണെന്ന് വിചാരിക്കാം. കരയോഗത്തിൽ അംഗമല്ലേ സുരേഷ് ഗോപി? അയാൾക്ക് എന്താ കയറിയാൽ? അതേ പറയുന്നുള്ളൂ. സുരേഷ് ഗോപി എന്നല്ല, കരയോഗത്തിൽ അംഗത്തുള്ള ആരും കയറണം.